ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഗതമായിരിക്കുകയാണല്ലോ. 2026 വർഷത്തിലെ നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ദാനധർമ്മത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ നാളുകൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കുവാൻ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുവാൻ ഈ നാളുകൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 18-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടിനെക്കുറിച്ച് അവിടെ ആഴമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കോടതി വ്യവഹാരമാണ് അവിടെ നടത്തുന്നത്. തൻ്റെ ജനതയുടെ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവരെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരുവാനും അവരുടെ പാപങ്ങൾ എത്ര തന്നെ കടുഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നും അവരുടെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ അവിടെ യെശയ്യാ പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്. ദൈവം തന്നെ ന്യായാധിപതിയും ദൈവം തന്നെ വാദപ്രതിവാദവും നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത്, വരുവിൻ നമുക്ക് തമ്മിൽ വാദപ്രതിവാദം നടത്താം എന്നുള്ളത്. അപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധ്യം ഉണ്ടായിട്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നു. നമുക്കറിയാം, അതിൻ്റെ 1-ാമത്തെ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്ന ജനം, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ ഇരിക്കുന്ന, അവർ പാപത്തിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ, അവർ ശരിയായിട്ട് ദൈവത്തിൽ നിന്നുള്ള ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതവും പലപ്പോഴും ദൈവം നൽകിയ അനുഗ്രഹങ്ങളും ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും കുറിച്ചും മനസ്സിലാക്കിയിട്ടും നാം പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്നവരായിത്തീരുന്നു. എന്നാൽ ഈ നാളുകൾ ഒരു തിരിച്ചുവരവിൻ്റെ നാളുകളാണ്. നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള ഒരു നാളുകളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം ദൈവം ന്യായാധിപതിയും നമുക്ക് വേണ്ടി വാദിക്കുന്നവനുമായി നമ്മുടെ മുമ്പിലായിരിക്കുന്നു. നിൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ നാളുകൾ, ഈ നോമ്പിൻ്റെ നാളുകൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ദാനധർമ്മത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.